ജീവിതത്തിൻ്റെ പല മേഖലകളിലുമേ അവനവന് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഒത്തിരി പേരില്ലേ. നമ്മുടെ ഇടയിലൊക്കെ കാണും. ഒരു 10 വീടെടുത്തിട്ടുണ്ട്, അതിനകത്ത് ഒരു വീട്ടിലെങ്കിലും ഒരാളെങ്കിലും കാണാണ്ടിരിക്കില്ല. കാരണം മറ്റുള്ളവരെ രക്ഷിക്കാൻ അവന് സാമ്പത്തികമില്ല, അല്ലെങ്കിൽ അവന് ഒരു സഹായം വേണോ, പാവപ്പെട്ടവനാ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാ എന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവരെ സേവിക്കാൻ വേണ്ടി നടക്കും ഇല്ലേ. അവരെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, എങ്കിലും രണ്ടാമതൊരു വീഡിയോ കൂടി ഇടണം എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഇടുന്നതാണ്. ഇങ്ങനെ ജീവിതത്തിൽ വരുമ്പോൾ എന്നാ പറ്റുന്നതറിയോ, അവർ മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് നടക്കും. ആരാണോ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ അവരെ ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത ആളാക്കി മാറ്റുകയും ചെയ്യും. നമ്മളല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക. കാരണം അവരെന്ത് കാര്യത്തിനും ഈ ആളെ ഡിപ്പെൻഡ് ചെയ്ത്, ഇത് മിക്കവാറും ആണുങ്ങളായിരിക്കും കേട്ടോ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അയാൾ ഈ ആളെ സമീപിച്ചിട്ടുണ്ട്, അയാളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ വേറൊരു പണിക്കും പോകില്ല, ഈ ആളോട് കാര്യങ്ങൾ ചോദിച്ച് എന്തെങ്കിലും സഹായം ചോദിച്ച് അത് മേടിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ തുടരെ കൊടുത്തോണ്ടിരിക്കും തോറും അയാൾ ഒരലസനാകുന്നു, മടിയനാകുന്നു, പിന്നെ ഒന്നും ചെയ്യാതെ ആകുന്നു. അയാൾ അവിടെ ഇരിക്കുന്നു, ഇയാളിങ്ങനെ വീട്ടിൽ നിന്നെടുത്ത് സാമ്പത്തിക സഹായങ്ങളായി മറ്റ് സഹായങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ ഒത്തിരി പേരെ അറിയാവുന്നതുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും ഇടുന്നത്. ഇത് ആർക്കെങ്കിലും ഒരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചു. ശമ്പളം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15-ാം തീയതിയോടുകൂടി മുഴുവൻ ശമ്പളം തീർന്നു പോകുന്ന എത്രയോ വ്യക്തികളുണ്ടെന്നറിയാവോ. വീട്ടിലെ കാര്യങ്ങളൊന്നും നടത്താതെ മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ. മറ്റുള്ളവരെ സേവിക്കണ്ട എന്നല്ല, മറ്റുള്ളവരെ സഹായിക്കണം. നമ്മുടെ വീട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ വീടിനായിരിക്കണം. ഭാര്യ, മക്കൾ, അച്ഛൻ അമ്മയുണ്ടെങ്കിൽ അവരെ, രണ്ടാമതായിരിക്കണം മറ്റേത് കാര്യങ്ങളും. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വീട്ടിൽ നിന്നാണോ നമ്മുടെ മുതലുകളാണോ എടുത്ത് ചെലവാക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാവുള്ളൂ. ഒത്തിരി പേര് കുടുങ്ങിപ്പോയി അവസാനം മാനസികമായി വിഷമിച്ച് നടക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ. കാരണം മറ്റുള്ളവരെ സഹായിച്ചിരിക്കുന്ന ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇവർ ചിന്തിക്കുന്നുമില്ല. അതിനുള്ള എക്സ്പീരിയൻസ്, മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ചെയ്യാവുള്ളൂ. കാരണം ഒരു പരിധിയിൽ കൂടുതൽ വരില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം, മറ്റുള്ളവരെ സഹായിക്കാം. അതല്ല, നമുക്കത് ബോധ്യമില്ലാത്തവരാണെങ്കിൽ, അതിനെക്കുറിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മളിങ്ങനെ മറ്റു ആൾക്കാരെ സഹായിച്ചു. അത് ഒരാളെ സഹായിക്കുകയാണെങ്കിൽ വേണ്ടില്ല, പലരെ സഹായിച്ചിട്ട് ദാരിദ്ര്യത്തിലേക്ക് പോയ എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാമോ. അതായത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ തലയിൽ ഒരു കല്ലെടുത്ത് വെക്കുമ്പോൾ ഒരു കല്ല് വെച്ചു, 2 കല്ല് എടുത്തു വെച്ചു. അത് വലിയ കല്ലുകളാണെങ്കിൽ 1 കിലോ ഉള്ള കല്ലാന്ന് വെച്ചു, 2 എടുത്തു, 3 എടുത്തു, 4 എടുത്തു, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മുടെ തലയിൽ കയറ്റി കഴിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തുമ്പോൾ നമ്മൾ താഴെ വീണു പോവും, കല്ല് നമ്മുടെ മേത്ത് വന്ന് വീഴുകയും ചെയ്യും ഇല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒരാക്കടെ കാര്യം ഏറ്റുവെച്ചു, പിന്നെ അടുത്തവരുടെ ഏറ്റുവെച്ചു, അടുത്തവരെ ഏറ്റുവെച്ചു, ഇങ്ങനെ ഏറ്റി അവസാനം നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അവസാനം നമ്മൾ വീണു പോവുകയും ചെയ്യും. ഒത്തിരി പേരുണ്ട് ഇങ്ങനെ. പിന്നെയുണ്ട്, പൈസ ഇല്ലാണ്ട് വന്നു കഴിയുമ്പോൾ ഇവർ പിന്നെ അടുത്ത ആളോട് കടം മേടിക്കും. ഇവർ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലായി പോകും. ഇവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ആളാകാൻ വേണ്ടിയിട്ട് ഇവർ മറ്റുള്ളവരോട് പൈസ മേടിച്ച് ഇവർ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പൈസ കൊടുത്ത് മറ്റുള്ളവരുടെ അടുത്ത് കടക്കാരനായിട്ട് മാറുകയും ചെയ്യും. ഇവര് വേറൊരു കാര്യം കൂടി ഇവർ ചെയ്യും. ഇവരെവിടെയെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിലോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ പോകുന്നെങ്കിൽ ഇവർ ഡ്രസ്സ് എടുത്തിട്ട് ഇവർ പൈസ കൊടുത്തേക്കാം, ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഇവർ മുൻപന്തിയിൽ നിൽക്കുന്ന കൂട്ടരും കൂടെ ആയിരിക്കും. അല്ലാണ്ട് ഇവര് ഒന്ന് ഒതുങ്ങി നിൽക്കാനോ, ഇവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഇവരെ എവിടെന്നെങ്കിലും ഇപ്പൊ പറ്റിയേക്കണതെന്നു വെച്ചാൽ ഗൂഗിൾ പേ ചെയ്തേക്കാം എന്നും പറഞ്ഞ് ആരെങ്കിലും വിളിച്ചു വരുത്തി അക്കൗണ്ടിൽ പൈസ ഇടിച്ച് ഗൂഗിൾ പേ ചെയ്യുന്നവരും ഉണ്ട്. ഇങ്ങനെയും ഉള്ള ആൾക്കാരുകളുണ്ട്. പിന്നെയുണ്ട്, ഇവർക്ക് കുറെ കഴിയുമ്പോൾ ഒരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാകും. കാരണം ഇവര് വീട്ടിൽ കാര്യങ്ങൾ നോക്കുന്നില്ല, ഇവർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ ഇവർക്ക് മാനസികമായിട്ടുള്ള ചില വിഷമങ്ങളും ഉണ്ടാകാൻ സാധ്യത. അതിൽ അങ്ങനെ വന്നുപോയാൽ ഇവർ അടിഞ്ഞു പോകും, അതിൽ പെട്ടുപോകാനാണ് സാധ്യത. പിന്നെ ഇവര് ഇതിങ്ങനെ ചെയ്യണതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാവോ, ഇവരെ പുകഴ്ത്തി പറയാൻ ഒത്തിരി പേരുണ്ട്. പച്ചയായ മനുഷ്യൻ, കുറെ നല്ല വാക്കുകൾ പറയുമല്ലോ. പച്ചയായ സാധു മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ, ഒരു ഹൃദയമുള്ള മനുഷ്യനാ, നല്ല മനുഷ്യനാ, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ കേൾക്കുമ്പോൾ ഇവരെ അങ്ങ് പൊക്കിയടിക്കുമ്പോൾ ഇതിനകത്ത് വീഴാൻ സാധ്യതകൾ 100%. അതിൽ നിന്ന് അവർക്ക് മോചനമില്ല. ആ പേര് നിലനിർത്താൻ വേണ്ടി ഇവർ പിന്നെയും ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ ചെയ്തുകൊണ്ടിരിക്കും, ആ നല്ല പേര് നിലനിർത്താൻ വേണ്ടിയിട്ട്. എത്രയോ മനുഷ്യരുണ്ടെന്നറിയാവോ. നമ്മളോർക്കും
ഇവർക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ നല്ല സാലറിയും നല്ല ഇതൊക്കെ വേറെ മാർഗത്തിൽ കൂടെ വരുമാന മാർഗ്ഗമൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ ഇവർക്ക് ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ കയ്യിൽ പൈസ എന്ന് പറയുന്ന സാധനമില്ല. ഇവർക്ക് ഒരു സേവിങ്ങും കാണില്ല. ഇവരുടെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൈസയുടെ ഒരു സേവിങ്ങോ ഒരു ഇൻഷുറൻസോ ഒരു എമർജൻസി ഫണ്ടോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇല്ലാതെ ആയിരിക്കും ജീവിക്കണേ. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ ആരെങ്കിലും സേവിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീട് ഭദ്രമാണോ എന്ന് നോക്കണം. നമ്മുടെ വീട്ടിൽ നമുക്ക് എമർജൻസി ഫണ്ട് ഉണ്ടോ, ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിനും എനിക്കുമുള്ള പൈസ ഉണ്ടോ, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, എനിക്ക് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ, അത്യാവശ്യം ജീവിക്കാനുള്ള എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണോ ഞാൻ മറ്റുള്ളവരെ സേവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കണം. ചിലർ രാവിലെ എണീറ്റ് ഷർട്ടും എടുത്തിട്ട് അങ്ങ് പോയിട്ടുണ്ട്, പിന്നെ കയറി വരുന്നപ്പോഴാണ് രാത്രി 11 മണി 12 മണിക്കാണ്. എല്ലാവരെയും സേവിച്ച ശേഷമായിരിക്കും. ജോലിയുള്ളവരും അതെ, ടൗണിൽ കൂടെ കറങ്ങി നടന്ന് എല്ലാവരും നന്നാക്കിയ ശേഷം അവർ വീട്ടിലേക്ക് കയറുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. എത്രയോ പെണ്ണുങ്ങൾ കണ്ണീരും കയ്യുമായിട്ടിരിക്കുന്ന വീടുകളുണ്ടെന്നറിയാമോ? ഭർത്താവിനെ കൊണ്ട് ഒരു ഉപയോഗമില്ലാത്ത ഭാര്യമാർ എത്രയോ ഉണ്ടെന്നറിയാമോ? ഒരു പൈസയുടെ ഉപയോഗവുമില്ല, ഒരു സഹായവും ചെയ്യില്ല, ഒന്നുമില്ലാത്ത എത്രയോ ഭാര്യമാർ അപകടം പറ്റിയ ശേഷം ഭർത്താവിനെ വിളിക്കുമ്പോൾ ഭർത്താവ് മെസ്സേജ് വിടണം, ഞാനിപ്പോൾ തിരക്കിൽ നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് വിടണം എത്രയോ ഭർത്താക്കന്മാരുണ്ടെന്നറിയാം. അങ്ങനെ ഒരു മെസ്സേജ് വിട്ടപ്പോഴാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഭാര്യയുടെ കണ്ണിലെ ഷട്ടിൽ കോക്ക് അടിച്ച് കൊണ്ട് കണ്ണിന് ഡാമേജ് പറ്റി. ആ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ജോലി സമയം കഴിഞ്ഞ സമയത്താണ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് മെസ്സേജ് വിട്ടേക്കുവാണ്, ഞാനിപ്പോൾ തിരക്കിൽ നിൽക്കുക. തിരക്കെന്നാ, ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ കാലൊന്നും അടിഞ്ഞു പോയി, അത് തിരുമാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ് പുള്ളി. നമ്മളൊന്ന് ഓർത്തേക്ക്, ഏതാണ് പ്രാധാന്യം കൂടുതൽ? മറ്റുള്ളവർക്ക് ആരെങ്കിലും കാണും, അവരുടെ കുടുംബക്കാർ കാണും, അവരുടെ സുഹൃത്തുക്കൾ കാണും, ആരെങ്കിലും കാണും. ഈ ഭർത്താവ് എന്ന് പറഞ്ഞ പുള്ളിക്ക് ഈ ഭാര്യയും അവരുടെ മക്കളും മാത്രമേ ഉള്ളൂ ഇവരെ സഹായത്തിന്. ഇവരെ വിശ്വസിച്ചാണ്, ഈ ആളെ വിശ്വസിച്ചാണ് ഈ ഭാര്യ വന്ന് കൂടിയേക്കണേ, ഇല്ലേ? ഈ മക്കളും വന്ന്. അപ്പോൾ അവരെയല്ലേ നോക്കേണ്ട കൂടുതൽ ഉത്തരവാദിത്തം. അല്ലാണ്ട് മറ്റൊരാളുടെ വീട്ടിലേക്ക് പോയി അയാളെ സേവ് ചെയ്യണം, അയാളെ ആരെങ്കിലും നോക്കൂലോ? അപ്പം നമ്മളെപ്പോഴും ഒരു അതിർവരമ്പുകൾ സൃഷ്ടിച്ചിരിക്കുക. നമുക്ക് ഒരു പരിധി, എന്തിനും ഒരു അതിർവരം ഉണ്ടായിരിക്കണം. നമുക്ക് പ്രാധാന്യം ഫസ്റ്റ് കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിനായിരിക്കണം. ഒന്നുമില്ലാതെ നമുക്ക് എന്തോ ഒരു കുഞ്ഞു വീടാണെങ്കിൽ പോലും നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തിൽ, മറ്റുള്ളവരുടെ വീട്ടിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. ചിലരെ കള്ളു കുടിക്കാൻ വിളിക്കണം കണ്ടിട്ടില്ലേ? ചിലവന്മാരിങ്ങനെ കള്ളു കുടിക്കണ കൃത്യസമയമാകുമ്പോൾ വിളിക്കുകയായി, വാ 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 എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് ദയാദാക്ഷിണ്യം സഹാനുഭൂതിയും കയറിയിട്ട് ചിലപ്പോൾ ഇയാൾ മദ്യപാനം നിർത്തിയേക്കാന്ന് ഓർത്തോണ്ടിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും അവിടെ നിന്ന് ഒരു 100 സ്നേഹത്തിൽ പുരട്ടിയ ഒരു വിളിക്കണേ. പിന്നെയും അതിനകത്തേക്ക് ചെന്ന് പെട്ടുപോകുന്ന എത്രയോ ആണുങ്ങളുണ്ടെന്നറിയാവോ? എനിക്കറിയാവുന്ന ഒരു വീട്ടിലെ കരളിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അയാളുടെ കര കുടിച്ചു പോയായിരുന്നു. അയാളുടെ ഭാര്യയാണ് അയാൾക്ക് കരൾ കൊടുത്തത്. അയാളെ എന്നിട്ട് ഭാര്യ ഇങ്ങനെ പൊതിഞ്ഞ്, ആദ്യകാലത്ത് ഭാര്യയോട് ഭയങ്കര സ്നേഹം, കരൾ പകുതി കൊടുത്താണല്ലോ, അങ്ങനെ സ്നേഹത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പം ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അയാളൊന്ന് ലെവലായി വന്നു. ഇച്ചിരി സാമ്പത്തികമൊക്കെ ഉണ്ടായി, ഇച്ചിരി ജോലിയൊക്കെ ചെയ്ത് അയാൾ വരുമാനമൊക്കെ ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം വീണ്ടും പഴയ കൂട്ടുകാർ വിളിച്ച് വീണ്ടും കരളിൻ്റെ അസുഖത്തെ പിടിച്ച് അയാൾ മരിക്കാറായി അവശനായി കിടക്കുന്ന ഒരവസ്ഥയും കൂടെയുണ്ട്. ഇങ്ങനെ നശിപ്പിക്കുന്ന കുറേ കൂട്ടങ്ങളുമുണ്ട്. അതതിൻ്റെ അവൻ വിളിച്ചതാണല്ലോ, അവൻ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ഇങ്ങനെയുള്ള വിളികളും ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളും ആദ്യം നമ്മൾ നിർത്തണം. നമ്മുടെ കുടുംബത്തെ കൈകാര്യം ചെയ്യുന്ന, നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരുന്ന എല്ലാ പുഴുക്കുത്തുകളെയും എടുത്ത് നമ്മൾ ദൂരെ കളഞ്ഞാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും, ഉറപ്പായ കാര്യമാണ്. മദ്യപാനം എന്ന് പറയുന്നത് ഒരു ഭയങ്കര വിപത്താണ്. അത് പൈസ പോകുന്നത് നമ്മളറിയില്ല. സിഗരറ്റ് വലി, നമ്മൾ എന്ത് ദുശീലം ഉണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ കുടുംബത്തെ വിഴുങ്ങുന്ന, അതൊക്കെ നിർത്തിയാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും, ഉറപ്പായ കാര്യമാണ്. ഒത്തിരി പേരിങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതേപോലെ സേവനം നടത്തി നമുക്ക് അർഹതയില്ലാത്തവർക്ക് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചാൽ നന്നാവില്ല അവർ. അത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ അവർ ചീത്തയാവുകയുള്ളൂ. ഒരു പരിധി കൂടെ ദാനധർമ്മം ദാനമൊക്കെ മഹാദാനം എന്നൊക്കെ പറയും നമ്മൾ, അതൊന്നുമില്ല. പിന്നെ നമ്മൾ ദാനം കൊടുത്ത് രക്ഷിക്കണം എന്നൊക്കെ പറയും, അതൊന്നുമില്ല. പിന്നെ കൊടുക്കും തോറും ഏറിടുമെന്ന് പറയും, അതും വെറുതെ പറയുന്ന. കൊടുക്കും തോറും എവിടെ ഏറുന്നത്? നമ്മുടെ കയ്യിലെ പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. എങ്ങനെ ഏറും? കൃത്യമായ സാലറി കിട്ടുന്ന ഒരാൾ ഇങ്ങനെ ഒരാൾക്ക് സഹായിച്ചു, അല്ലെങ്കിൽ 1, 2, 3 പേർക്ക് ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്, അയാളുടെ അവിടുന്ന് എവിടുന്ന് വരുമാനം വരും? ചുമ്മാ പറയുന്ന ഇങ്ങനെയൊക്കെ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ആ കൊടുക്കും തോറും ഇടും, അതുപോലെ ഉള്ളവന് ഏറുമായിരിക്കും. കാരണം അവർക്ക് മിച്ചം പൈസയാണ്. ഇപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കോടീശ്വരന്മാരൊക്കെ അവർ ദാനം ചാരിറ്റി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്?
അവരുടെ ടാക്സിനകത്തും അല്ലെങ്കിൽ GSTയിലും ഒക്കെ പെടുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ സാധാരണക്കാരൻ ഇങ്ങനെ ദാനം കൊടുക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലോ അവനൊന്നുമില്ലാത്തവനായി മാറുകയുള്ളൂ. നമ്മളൊന്ന് ചിന്തിക്കണം. അത് വലിയ വലിയ ആൾക്കാർ ചാരിറ്റി കൊടുക്കണേ. നമ്മളൊരു കടകളിൽ ചെന്ന് നോക്കി അന്നദാനത്തിനുള്ള ബോക്സ് അല്ലെങ്കിൽ ചാരിറ്റിക്കുള്ള ബോക്സാന്ന് പറഞ്ഞ് ബോക്സ് വെച്ച് അവരാണോ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കുന്നത്? അവർ വന്നോ കൂടി വന്നോ 100-150 രൂപ കൊടുക്കും. നമ്മൾ വലിയ കടകളിൽ കയറി നോക്കി അവിടെ വെച്ചിട്ടുണ്ട് ഒരു ബോക്സ്. നമ്മൾ അതിനകത്തേക്ക് 10-20 രൂപ ഇടുകയല്ലേ ചെയ്യുന്നത്. അല്ലാണ്ട് അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് അങ്ങനെ മഹാദാനം എന്നും പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക. അങ്ങനെയുള്ള പൊട്ടയായ അന്ധവിശ്വാസങ്ങളെയൊക്കെ എടുത്ത് ദൂരെ ആദ്യം കളയുക. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇടയ്ക്ക് പ്രചരിപ്പിക്കുന്നുണ്ട്. അതേപോലെ അന്നദാനം എന്ന് പറയും. നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുത്തോളൂ, അതൊരു ഇതാ. അന്നദാനം എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ 10,000-കണക്കിന് രൂപ കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പൈസ അതിന് ഉപയോഗിക്കുന്നുണ്ടോ നമ്മളെങ്ങനെ അറിയണേ? അന്നദാനം മഹാദാന സമ്മതിച്ചു, അത് അങ്ങനെ കൊടുക്കാനല്ല പറഞ്ഞേക്കണേ. നമ്മുടെ അടുത്ത് വരുന്നയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ഒരിടത്ത് ഭക്ഷണം വാങ്ങി കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത് മഹാദാനമാണ് ഇല്ലേ? അയാളുടെ വിശപ്പ് മാറ്റി കൊടുക്കുക എന്നുള്ളത്. അല്ലാണ്ട് ഈ അന്നദാനം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബിസിനസ്സായിട്ടിരിക്കുന്ന സ്ഥലങ്ങളും കൂടെയുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഓരോ പൈസയും മൂല്യമുള്ളതാണെന്ന് നമ്മൾ വിചാരിക്കണം. ആ പൈസ തിരിച്ചു കിട്ടില്ല. അതൊക്കെ വെറുതെ പറയുന്നത് തിരിച്ചു വരുമെന്ന്. നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല. എത്രയോ പേര് കടബാധ്യത കയറി വീട് വിറ്റിട്ടുണ്ട്. ആ വീട് പിന്നെ നമുക്ക് തിരിച്ചു മേടിക്കാൻ പറ്റുമോ? ഒന്ന് വിചാരിച്ചു നോക്ക്. എത്രയോ സ്ഥലങ്ങൾ വിറ്റുപോയിട്ടുണ്ട് കടബാധ്യത കയറി. ആ സ്ഥലം നമുക്ക് തിരിച്ചു മേടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കയ്യിൽ നിന്ന് അതങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പോയി, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് പൈസയും. പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അത് നമുക്ക് തിരിച്ചു കിട്ടില്ല. അതാണ് നമുക്ക് ആഡംബരങ്ങളിലും പെട്ടുപോകുന്നത്. നമ്മളപ്പം ഓരോ സഹായവുമാണെന്നും പറഞ്ഞ് ഇറങ്ങുന്നവരെ ഒന്നോടെ ഒന്ന് ആലോചിക്കുക. നമുക്ക് പറ്റിയതാണോ? ഇടത്തരക്കാരാണ് ഇതൊക്കെയുള്ള ഭയങ്കര ചാരിറ്റിയും ഇങ്ങനത്തെയുള്ള സഹാനുഭൂതിയും അല്ലെങ്കിൽ അനുകമ്പയും അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ് കുറേ വാക്കുകൾ ഇറക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഇടത്തരക്കാരാണ്. പാവങ്ങളുമില്ല, വലിയ മുതലാളിമാരും ഇല്ല. അവർ മറ്റുള്ളവർ ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വലിയവർ ചാരിറ്റി ചെയ്യുന്നത്. അവർക്കൊരു കണക്കുണ്ട്, അവർക്ക് ഇത്ര ശതമാനം ചാരിറ്റി ചെയ്തേക്കാം എന്ന്. അല്ലാതെ നമ്മൾ ചിന്തിച്ചു നോക്കി ഇടത്തക്കാരെ എന്നിട്ട് എന്നാന്ന് പറയണേ, ഒന്നുമില്ലായ്കയിൽ സാമ്പത്തികമായി തകർന്ന് അടിഞ്ഞു പോണ എത്രയോ പേരുണ്ടെന്നറിയാവോ? ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയത്. ദാനധർമ്മം കൊണ്ട് നടക്കും, അവരുടെ കിട്ടുന്ന ശമ്പളവും തീർക്കും, അവസാനം അവർക്കൊന്നുമില്ലാണ്ട് വയസ്സനാം കാലത്ത് വീണ്ടും കഷ്ടപ്പാടും ദുരിതവുമായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ? നല്ല രീതിയിൽ സാലറി ഉള്ളവരൊക്കെ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ജീവിക്കുന്നതും കാണാം നമുക്ക്. അപ്പം നമ്മൾ ഒന്നോടെ ചിന്തിക്കുക. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പം അത് അർഹതയുള്ളവർക്കാണോ കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുക. നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നതാണോ എന്ന് ചിന്തിക്കുക. നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നതാണെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനത്തിൽ പോകാണ്ടിരിക്കുക. ഇങ്ങനെയുള്ളവർക്ക് പിന്നെ പറ്റുന്ന അവർ കുറേ കഴിയുമ്പോൾ ഒരു മാനസികമായിട്ടൊരു വിഷമത്തിലേക്ക് വരും. അവരുടെ വീട്ടിലും ഇല്ലാണ്ടാകും, അവരെ നാട്ടുകാരെ അവരൊന്ന് തിരിഞ്ഞു നോക്കാതാകും. അവരെ ആരും നോക്കത്തില്ല. കാരണം എന്നെ നോക്കാനാ? നാട്ടുകാരെ കുറേ പച്ചയായ മനുഷ്യൻ, നല്ല മനുഷ്യൻ, മനുഷ്യസ്നേഹി എന്നൊക്കെ ഇങ്ങനെ വാചകം അടിക്കും. അതേ ഉള്ളൂ. അതേ നാട്ടുകാർക്ക് പറയാൻ പറ്റുള്ളൂ, ഇല്ലേ? നമ്മുടെ വീട്ടിലുള്ളവരുടെ ചെറിയ ചെറിയ വഴക്കുകളായി പോരായി അവസാനം ചിലർ ഡൈവേഴ്സിൽ പോകും. ഇയാളുടെ ദാനധർമ്മം കാരണം ചിലപ്പോൾ ഡൈവേഴ്സിലാവും, ചിലപ്പം ബദ്ധവൈരികളായിട്ട് കുടുംബത്തിൽ ജീവിക്കേണ്ടി വരും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത ഭാര്യ ഭർത്താക്കന്മാർ എത്ര പേരുണ്ടെന്നറിയാവോ? അമ്മയും അച്ഛന്മാരുണ്ടെന്നറിയാമോ? അച്ഛനും അമ്മയും മക്കളെ വെറുത്തു പോകുന്ന അച്ഛനും അമ്മമാരും ഉണ്ട്. ഇത് പൂട്ട് ചാരിറ്റി പ്രവർത്തനം കൊണ്ട് നടക്കുന്ന മക്കളോട് നമ്മളൊക്കെ അതിന് അപ്പോൾ ഒന്ന് ചിന്തിക്കുക. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത് ഇടുമ്പം ഒരു 100 വട്ടം ആലോചിച്ചിട്ട് ഇത് ശരിയാണോ? ഒരു പ്രാവശ്യം സഹായിച്ചു, അവർക്ക് വല്ല മാർഗവും കാണിച്ചു കൊടുക്കുക, വല്ല ജോലി ചെയ്യാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക. ആർക്കാണെങ്കിലും എന്ത് ജോലിയും ചെയ്യാൻ പറ്റും, അങ്ങനെ എല്ലാ മാർഗങ്ങളും കാണിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ സാമ്പത്തികമായിട്ട് ആരെ സഹായിക്കാൻ നോക്കിയിട്ടുണ്ട് നന്നാവുന്ന കേസില്ല. അവരത് മടിയന്മാരാക്കി വെക്കുകയുള്ളൂ. നമ്മൾ ഉറപ്പായ കാര്യമാണ്. ചിലർ വീടുകളൊക്കെ വെച്ചു കൊടുക്കണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് അവരുടെ ഇതിനകത്ത് വരുന്നതാ, ചാരിറ്റിക്കകത്ത് വരുന്നതാ. അവർ വലിയ ബിസിനസ്സുകാരൊക്കെ വീട് വെച്ചു കൊടുക്കുക. അവർ ആ ചാരിറ്റി എന്ന് പറഞ്ഞാൽ അവർ അതിന്റെ പൈസ അവർ സേവ് ചെയ്യും, അവരുടെ ടാക്സിനകത്തൊക്കെ കുറച്ചെടുക്കും. നമ്മൾ പൊട്ടന്മാരെന്നാ വിചാരിക്കണേ, അയ്യോ ദാനം കൊടുക്കണം, ദാനം കൊടുത്ത് ഇരട്ടി ഇങ്ങോട്ട് തിരിച്ചു വരും, എത്രയോ കൊടുത്തിട്ടുണ്ട് അത്രയും തിരിച്ചു വരും. അതൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പൊട്ടത്തരാട്ടോ. അതൊന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയുള്ള ഒരു തിരിച്ചുവരവും ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവില്ല.
നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നോ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, പാവപ്പെട്ടവർക്കാണെങ്കിലും ഭക്ഷണം കൊടുക്കുക, ആവശ്യത്തിന് വല്ല പിള്ളേരെ പഠിപ്പിക്കാനെങ്കിലും കുറച്ച് രൂപകൾ കൊടുക്കുക എന്നും പറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വീട്ടിൽ മക്കളുണ്ടായിരിക്കുമല്ലോ, നമുക്ക് അത്യാവശ്യം പൈസകൾ കൊടുക്കുക, ഒരു കുറഞ്ഞ തുക. അല്ലാണ്ട് ആരെയും രക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു മനുഷ്യനെയും നമ്മൾക്ക് ജീവിതത്തിൽ രക്ഷിച്ച് നല്ല നിലയിലെത്താൻ സാധിക്കില്ല. അത് മാത്രം നമ്മൾ ചിന്തിക്കുക. കൊടുത്ത് ആരെയും രക്ഷിക്കാൻ പറ്റില്ല, ആരെയും സന്തോഷിപ്പിക്കാനും നമുക്ക് സാധിക്കില്ല. ആരും സന്തോഷമാവുകയില്ല. നമ്മൾ എന്തോരം കൊടുത്താലും അവർ സന്തോഷമാവുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കിയേക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ പ്രതിസന്ധി വന്നവരുടെ അവസ്ഥകൾ കേട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ വിഷമം എന്നാണ്. നമ്മുടെ ഒന്നും ജീവിതത്തിൽ വരാത്തതുകൊണ്ട് നമുക്ക് അത്രയും ഭീകരത മനസ്സിലാവില്ല. എങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ പോലും നമുക്കൊരു ബാങ്ക് ലോണോ നമുക്കൊരു കടബാധ്യത വന്നു കഴിയുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ വില മനസ്സിലാണ്. ഇത്രയും ഭീകര അവസ്ഥയിലേക്കാണ് വന്നേന്ന്. അപ്പം നമ്മുടെ വീട് കഴിഞ്ഞിട്ടേ നമുക്ക് സമൂഹം നന്നാക്കാൻ, നാട്ടുകാരെ നന്നാക്കാൻ നമ്മൾ ഇറങ്ങാവുള്ളൂ. ആരാണെങ്കിലും അത് നമ്മളെപ്പോഴും ഒരു ചിന്തയിലിരിക്കണം. അല്ലാണ്ട് മറ്റുള്ളവരെ നന്നാക്കിയിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല കേട്ടോ.